ഹലോ ഗൈസ്, നമ്മൾ രണ്ടാമത്തെ പാർട്ടുമായിട്ടാണ് യാത്രയിൽ. നമ്മൾ ഇന്നാണ് കുളിക്കാനൊക്കെ പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ വെള്ളിയാഴ്ച പള്ളിയിലൊക്കെ പോയിട്ടുണ്ട് ഗൈസ്. ഇനി ഫുഡ് കഴിക്കാനൊക്കെ പോവുകയാണ്. അവിടെ പോകുന്ന കാഴ്ചകളൊക്കെ കാണൂ. അപ്പൊ ഗേസ്, നമ്മൾ കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇവിടെയാണ് കാലിക്കട്ടിൽ ലൈവിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മൾ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗസാൻ്റെ എല്ലാം വിരിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ് ഗസാൻ. ഗേസ് ദാ ഫുഡ് കൊണ്ടുവന്നു. ഗസാന്റെ ചിരി നോക്കൂ, ഗസാന്റെ ചിരി നോക്കൂ ഗേസ്. 2 തക്കാളി വിരുണ്ടുപോയി ഗൈസ് താഴെ. ഇതിന്റെ പേര് എന്തിനോ വഞ്ചിക്കൂട്ടെന്നാണ്. നല്ല സൂപ്പർ സാധനമാണ്. അപ്പൊ ഗേസ്, നമ്മൾ കഴിച്ചു തീർന്നു. ഇനി നമ്മൾ കടൽ കുളിക്കാൻ പോകുകയാണ് ഗേസ്. നമ്മൾ ഇറങ്ങും ഗേസ്. ഇപ്പൊ ഗേസ് കടപ്പുറത്തി. എത്തി നമ്മുടെ ബീച്ച്. അപ്പൊ ഗേസ്, നമ്മളും പോയി. നമ്മളും അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ നീന്താൻ പോകുന്ന നമ്മൾ കുളിച്ചിട്ട് വന്നു അല്ലേ ഗസാനെ? അപ്പൊ നമ്മൾ ചുപ്പാ ചുപ്സ് കഴിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ലാസ്റ്റ് നമുക്ക് കഴിക്കുന്നത്. അപ്പൊ ഗേസ്, നമ്മൾ അടുത്തൊരു സ്ഥലത്ത് പോകുന്നു. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ ഗേസ്, അങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. കാണിച്ചു തരാം ഗേസ്. ദാ ഇരിക്കുന്നതാണ് സ്ഥലം. ഇവിടെയാണ് സ്ഥലം. ഒരു എക്സസൈസ് ആവാന്ന് വിചാരിച്ചു. ഇതിലെ കൂടെ നടക്കണം ഗേസ്. ഓഹ്, നല്ല വേദന എടുത്തു. ഉമ്മായും അണ്ണനും കൂടെ ബാക്കിൽ നിന്ന് നടന്നു വരണു. അണ്ണൻ തിരിച്ചു പോയി. നമുക്ക് പതുക്കെ നടന്നു പോവാം. നല്ല വേദന എടുക്കുന്നുണ്ട് ഗേസ്. ഇവിടെ ഓരോരോ സ്റ്റേജായിട്ടാണ് കല്ല് പോകുന്നത്. ഇനി അടുത്തൊരു വേറൊരു കല്ലായിട്ടാണ് വരുന്നത്. നോക്കുക, കണ്ടോ ഗേസ്? ഇത് കുഴപ്പമില്ല, ഇത് ഇച്ചിരിയെങ്കിലും കുഴപ്പമില്ല എന്ന് പറയാം. അടുത്തതാണ് ഗേസ്. ഇച്ചിരി മൂർച്ച കൂടി ഗേസ്. അടുത്തതിന് ഇച്ചിരി കൂടെ മൂർച്ച കൂടിപ്പോയി. കണ്ടോ ഗേസ്? ഇതിന് നല്ല കുറച്ച് മൂർച്ചയേ ഉള്ളൂ. അടുത്തതിനാണ് ഗേസ് മൂർച്ച. അതിൽ നല്ല വേദനിച്ച് എനിക്ക് അതിൽ കൂടെ നടന്നപ്പം. കണ്ടോ ഗേസ്? ഇങ്ങനെ കമത്തിയാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ സൈഡ് ചരിച്ച് വയ്ക്കുമ്പം നല്ല വേദനിക്കും. മസാജ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് കാലൊക്കെ വേദനിച്ച് ഗേസ്. അത് കഴിഞ്ഞു. നല്ല വേദനിച്ചു ഗേസ്. അടുത്ത നമ്മൾ പാർക്കൊക്കെ. അപ്പോൾ ഗൈസ്, ഇതിൻ്റെ അകത്ത് തസ്നെ കയറാനാണ് പറയണത്. പക്ഷെ നമ്മൾ അങ്ങ് കാണണം, ആ പാർക്കിലാണ് കയറുന്നത്. തസ്നെ കറന്നുവിടാം നമ്മൾ എവിടെയാണ് പോകണേന്ന്. തസ്നക്ക് അവിടെ എത്തിയിട്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കാം. ഈ ബീച്ചിൻ്റെ പേര് ബനാന ബീച്ച്. ഇതാണ് എൻട്രൻസ്. ഈ ബീച്ചിൻ്റെ അകത്തൊരു ഷോ ഉണ്ട്. അതിൻ്റെ ഒരു ടിക്കറ്റാണ് ഇപ്പോൾ എടുത്തോണ്ടിരിക്കുന്നത്. വെള്ളത്തിൻ്റെ പാർക്കായതുകൊണ്ട് നമ്മൾ നോക്കൂ.
സെറ്റല്ലേ സാനെ. ഓ അസ്നായെ കുതിരയിൽ കയറ്റാണ്. ചെറിയ കുഞ്ഞു കുതിരയാണ് ഗൈസ്. അതുകൊണ്ട് ഇപ്പം അവൾക്ക് പേടിയില്ല. വലുതിലാണ് കയറാൻ ഇച്ചിരി പേടി. ഇതായിരിക്കുന്നത് നമുക്ക്. അസ്ന കുതിരയിൽ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് എടുക്കും ഗൈസ്. ഓക്കെ സെറ്റാണ്. ഇതാ നോക്കാം. ഇതാണ് നമ്മളെ പാർക്ക്. അപ്പം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഗൈസ് ഞാനും അസ്നയും സിയാണൻ JCB ഓട്ടിച്ച് കളിക്കുകയാണ്. ആ മണ്ണ കോരി താഴെ ഇടണം. അപ്പോൾ ഗൈസ് ലാസ്റ്റ് ആരാണ് ജയിക്കുമെന്ന് നോക്കാം. അപ്പോൾ ഗൈസ് ഞാൻ തോണ്ടി നല്ല കുഴിയാക്കിയിട്ടുണ്ട്. ഇതിന് അപ്പുറത്ത് മണ്ണ വാരിയിടും, ഇപ്പുറത്ത് തോണ്ടും, അപ്പുറത്ത് മണ്ണ വാരിയിടും. സിയാണ്ടനാണെങ്കിൽ അവിടെ ഇരുന്ന് തോണ്ടുകയാണ്. അസ്നക്ക് വാപ്പയാണ് ചെയ്ത് കൊടുക്കുന്നത്. അസ്നക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് കോരുകയാണ്. അപ്പോൾ ഗൈസ് കണ്ടോ, എനിക്കൊന്ന് ഒന്നും ചെയ്യാൻ അറിഞ്ഞുകൂടാ ഗൈസ്. എങ്ങനെയാണിത് ഒരു മെക്കാനിക്കെന്ന് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇപ്പം ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഗൈസ് എനിക്ക് ഇച്ചിരി അറിഞ്ഞൂടാത്തതുകൊണ്ട് അവിടെ ചെയ്യുന്ന ജോലിക്കാർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ചെയ്യുന്ന ആൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ശരിക്കും ഒരു JCB ഓട്ടിക്കുന്ന പോലത്തെ ഫീൽ ചെയ്യുന്ന ഗൈസ്. ഞാൻ വളരുമ്പോൾ JCB ഓട്ടിക്കും ഗൈസ്. നല്ല സൂപ്പറാണ് ഗൈസ്. അപ്പോൾ ഗൈസ് അടുത്ത റൈഡ് കൊള്ളാം. താഴോട്ട് പൊങ്ങി. ഞാൻ വിചാരിച്ചു കുഞ്ഞ് പിള്ളേരുടെ റൈഡാണെന്ന്. സെറ്റായിരുന്നു. ഞാൻ വീഴാനൊക്കെ പോയി. അപ്പോൾ ഗൈസ് അടുത്താണ് അസ്ന. ഇതാ കയറ്റാൻ പോയാണ് ജമ്പിങ്ങിൽ. അസ്നയെ കുറച്ച് പൊക്കിയിട്ട് അസ്നയെ പിടിച്ച് താഴ്ത്തി ചാടിപ്പിക്കും ഗൈസ്. രണ്ടാം ഗൈസ് അസ്നയെ പൊക്കി. അസ്ന ചെറിയ കുട്ടിയായതുകൊണ്ട് ചെറുതായിട്ട് പൊക്കിയിട്ട് ചാടാൻ പറഞ്ഞവർ. നോക്ക് എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് അസ്നക്ക്. അസ്ന ഇത്ര ചാടിക്കൊണ്ടിരിക്കേണ്ട ഇടയിൽ ഞാൻ അവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ ഗെയ്സ്, ഞാൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ബെൽറ്റ് ഇച്ചിരി ഇറുക്കായിട്ടിരുന്നു. അവർ കുറച്ച് ലോസാക്കി തന്നു. അപ്പോൾ ഗെയ്സ് അവർ പൊക്കാൻ പോവുകയാണ്.
എനിക്ക് കുറച്ചും കൂടെ പൊക്കി ഞാൻ ആക്ച്വലി വലുതായുണ്ട് ഗൈസ്. ഇപ്പോഴും നിൽക്കുന്നു ഗൈസ്. ഞാൻ നല്ല വലിച്ചു ചാടുകയാണ്. ഞാനിവിടെ ചാടുന്ന ഇടയിൽ അവിടെ ഇഗ്സാൻ്റെ റെഡിയാക്കി ണ്ട്. ചാടണം നോക്കി തവള ചാടണ പോലെ ചാടണം ഗൈസ്. ഞാൻ ചാടണ ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ റെഡിയായി. ഇനി എന്നെ ഹെൽപ്പ് പൊക്കി എന്നെ താഴെ എടുത്തിട്ട് ഗൈസ്. മേഘത്തെ തൊട്ടിട്ട് വന്നു ഗൈസ്. ചാടുകയാണ് ഗസാൻ സെറ്റായിട്ട്. ഗൈസ് ഇത്രയും പൊക്കി ഗൈസ്. എന്നിട്ട് താഴ്ത്തി എന്നെ കുറച്ചേ പൊക്കിയോളൂ ഗൈസ്. ഗൈസ് ഇവന്റെ വെയിറ്റ് കാരണം അത് ഒടിഞ്ഞു വീഴും. എന്നെ കുറച്ചേ പൊക്കിയോളൂ ഗൈസ്. അവ ഒടിഞ്ഞു വീണിട്ട് അതാണ്. വലിയ ആൾക്കാരൊന്നും നല്ലോണം പൊക്കൂല, ചെറിയ ആൾക്കാർ തന്നെ. കാരണം ഇത് നമ്മൾ റെയിഡിലാണിരിക്കുന്നത് ഗസാൻ. മേക്കപ്പ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ബട്ടർഫ്ലൈ മുഖം. അടുത്ത് ഗസാനാണ്. ചെയ്യാനിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് ഞാനാണെങ്കിൽ ഇറങ്ങി. ഞാൻ ഫോക്സാണ് വരച്ചത്. ബട്ടർഫ്ലൈസ് ഇതാണ് ഞാൻ വരയ്ക്കുന്നുണ്ട്. സ്പൈഡർമാൻ. ഞാനാണ് വരച്ചുകൊണ്ടിരിക്കുന്നത് സ്പൈഡർമാനാണ്. അപ്പോൾ ഗൈസ് വരച്ച് എനിക്ക് കാണിച്ചു. നമ്മൾ പടം വരച്ചിരിക്കുന്നു. ഞാൻ സ്പൈഡർമാൻ, ഗിസ ഫോക്സ് ആണ്. കള്ള ഫോക്സ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തോടെ ഫുഡ് കഴിച്ചിട്ട് പോവുകയാണ്. ഫുഡ് കഴിക്കാൻ പോവുകയാണ്. കഴിക്കാൻ പോവുകയാണ്. ഞാൻ നമ്മൾ തിന്നാൻ പോകുന്നത് ഇപ്പൊ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നു. 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡാൻസ് തുടങ്ങാറായി. ഡാൻസിങ് തുടങ്ങില്ല. പക്ഷെ ഇവിടത്തെ ഇവിടെ നമ്മളെ ടവറാണ്. ഇവിടെ വേറൊരെണ്ണം എന്താ അടുത്താണ് അണഞ്ഞു കിടന്നിട്ട് ഇപ്പം എനിക്ക് ശേഷം വരാൻ പറഞ്ഞു. നമുക്ക് നേരത്തെ പോകണം എന്നിട്ട് അതിൻ്റെ ഇടയിലാണ് കണ്ടോ ഗൈസ് ഇവിടെ ഫാക്ടറിയിൽ തീ കണ്ടോ. ഇവിടെ ഇങ്ങനെ തീയായിട്ട് ഇങ്ങനെ ഫാക്ടറിയിൽ ഇതാക്കും ഗൈസ്. ഇവിടെ ആദ്യം വിചാരിച്ച് ലേറ്റ് ഒന്നും, ഇപ്പം നോക്കിയോ അടുത്തോടെ പോയപ്പോഴാണ് തീ എന്ന് വിചാരിച്ചത് കണ്ടത് ഗൈസ്. കഴിക്കാൻ വന്നിട്ടുണ്ട്. ഗീസ് നമ്മൾ തിരിച്ചു പോവുകയാണ്. ദമാമിൽ നിന്ന് തിരിച്ചു പോവുകയാണ്. വീഡിയോ ഒക്കെ കാണിക്കുന്നത്. ഓ ഗൈസ് ഇപ്പൊ നമ്മൾ പോകുന്നു. ബൈ.